ധർമ്മസ്ഥലയിൽ ഓരോ ദിവസം കഴിയുമ്പോഴും കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെട്ടു വരുന്നു. ഇപ്പോൾ ധർമ്മസ്ഥലയിൽ വ്യാജ വാർത്ത സൃഷ്ടിച്ച് കലാപത്തിന് ശ്രമിച്ചത് മലയാളിയായ മാധ്യമ പ്രവർത്തകയാണ് എന്നുള്ള ഒരു വലിയ വിവരം ഇപ്പോൾ നാഷണൽ പോർട്ടലുകളായ ഓപ്പ് ഇന്ത്യയും RSS മുഖപത്രമായ ഓർഗനൈസറും പേരടക്കം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അതിൽ അവർ പറയുന്നത് ഇങ്ങനെയാണ്: ന്യൂസ് മിനിറ്റ് എഡിറ്റർ ധന്യ രാജേന്ദ്രനാണ് ഈ വാർത്തകൾ സൃഷ്ടിക്കുന്നതിന് പ്രധാന ചാലകമായി നിന്നത് എന്ന് പറയുന്നു. ന്യൂസ് മിനിറ്റിന്റെ പോർട്ടൽ ഉടമ കൂടിയാണ് ധന്യ രാജേന്ദ്രൻ. പാലക്കാട് സ്വദേശിയാണ് എന്നും ഓർഗനൈസർ റിപ്പോർട്ടിൽ വിശദമായി തന്നെ പറയുന്നു. 2023 നടന്ന കട്ടിംഗ് സൗത്ത് വിവാദ സെമിനാറിന്റെ സംഘാടകയായിരുന്നു. EDയും NIA അടക്കമുള്ള ഏജൻസികൾ അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഉടുപ്പി MP നേതൃത്വത്തിൽ കർണാടക BJP ഇപ്പോൾ അമിത്ഷായ്ക്ക് ഒരു കത്ത് നൽകിയിട്ടുണ്ട്. കോട്ട ശ്രീനിവാസ് പൂജാരി MP നേതൃത്വത്തിലാണ് ഈ നീക്കം നടക്കുന്നത്. ഇതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, തമിഴ്നാട് കേന്ദ്രീകരിച്ചുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ് ഈ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ. ചിന്നയ്യ തമിഴ്നാട്ടിൽ നിന്ന് ബാംഗ്ലൂരിൽ എത്തിക്കുകയായിരുന്നു. ഈ ചിന്നയ്യ എന്ന് പറയുന്നതാണ് ഈ ധർമ്മസ്ഥലിലെ മുഖ്യ സാക്ഷി എന്ന് പറഞ്ഞ് ആദ്യം എത്തിയത്. ഇപ്പോൾ അറിയുന്നത് ചിന്നയ്യ കൊണ്ടുവന്ന തലയോട്ടിക്ക് 40 വർഷത്തിലേറെ പഴക്കമുണ്ടായിരുന്നു. തലയോട്ടിൽ പറ്റിയിരുന്ന മണ്ണ് ധർമ്മസ്ഥലയുടെ അതല്ലെന്നും ഫോറൻസിക് പരിശോധനയിൽ തെളിഞ്ഞിരിക്കുന്നു. ചിന്നയ്യ പറഞ്ഞത് തന്നെ തമിഴ്നാട്ടിൽ ചെന്നൈയിൽ നിന്നും ബാംഗ്ലൂരിൽ എത്തിച്ച് അവിടെ എങ്ങനെയാണ് പോലീസിനോട് പെരുമാറേണ്ടതെന്നും എങ്ങനെയാണ് മറ്റുള്ളവരോട് പറയേണ്ടതെന്നും ട്രെയിനിങ് നൽകിയിരുന്നു. ഇതിനായി തനിക്ക് കോടികളാണ് വാഗ്ദാനം നൽകിയിരുന്നതെന്നാണ് ചിന്നയ്യ കൊടുത്ത മൊഴി. ഏതായാലും ചിന്നയ്യ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. ഈ ഒരു വാർത്ത പിന്നീട് ആർട്ട് ന്യൂസിന്റെ ജേർണലിസ്റ്റായ മുഹമ്മദ് സമീർ AI ഉപയോഗിച്ച് വലിയ വാർത്ത സൃഷ്ടിച്ചു. ഒരു ദിവസം തന്നെ 50-ലധികം വീഡിയോകൾ സൃഷ്ടിച്ചു. പിന്നീട് ഇദ്ദേഹം സൃഷ്ടിക്കുന്ന വീഡിയോകൾ മറ്റ് മാധ്യമങ്ങൾക്ക് കൈമാറി. ഇത്തരത്തിലായിരുന്നു ഈ ആർട്ട് ന്യൂസ് ഇതിൽ അവരുടെ പങ്ക് വഹിച്ചത്. കേരളത്തിൽ നിന്നുള്ള 2 പ്രധാനപ്പെട്ട മുഖ്യധാരാ മാധ്യമങ്ങളാണ് മനാഫിനെ സ്ഥലത്തെത്തിച്ചത്. മനാഫ് കൂടി ഉണ്ടെങ്കിൽ ഈ വ്യാജ വാർത്തയ്ക്ക് ഒരു കൊഴുപ്പുണ്ടാകുമെന്ന് കരുതി പ്രധാനപ്പെട്ട 2 മാധ്യമങ്ങളാണ് ഈ മനാഫിനെ ഈ ധർമ്മസ്ഥലിൽ എത്തിക്കുന്നത്. ഇതിനിടയിൽ നടൻ ആയ പ്രകാശ് രാജും മറ്റ് സാംസ്കാരിക രംഗത്തുള്ള മുഹമ്മദ് സുബൈർ, പ്രതീക് സിൻഹ തുടങ്ങിയവരുടെ വലിയ രീതിയിലുള്ള സോഷ്യൽ മീഡിയ ക്യാമ്പയിനിന്റെ ഫലമായി BBC, അൽ ജസീറ തുടങ്ങിയ ചാനലുകൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. നിലവിൽ ഈ കേസ് നോക്കിയിരുന്ന ജഡ്ജിന് എതിരെ പോലും ധന്യ രാജേന്ദ്രൻ വലിയ രീതിയിലുള്ള ആരോപണം ഉയർത്തി. ഒടുവിൽ ആ ജഡ്ജ് തന്റെ ബെഞ്ചിൽ നിന്ന് കേസ് മാറ്റുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി. അതായത് അടി മുതൽ മുടി വരെ വളരെ ദുരൂഹത സൃഷ്ടിച്ചുകൊണ്ട്, ഒരു വലിയ കലാപം സൃഷ്ടിച്ചുകൊണ്ട്, ധർമ്മസ്ഥലയുടെ ആ ഒരു പ്രശസ്തിക്ക് മങ്ങലേൽപ്പിച്ചുകൊണ്ട് ഹിന്ദുത്വത്തിനെതിരെ നടന്ന ഒരു കടന്നാക്രമണമായിട്ടാണ് ഈ ഒരു സംഭവത്തെ കാണുന്നത്. ഏതായാലും മല പോലെ വന്നത് എലിയേക്കാൾ കഷ്ടമായി പോകുന്ന സാഹചര്യത്തിൽ മലയാള മാധ്യമങ്ങളടക്കം ധർമ്മസ്ഥല മുക്കിയ മട്ടാണ്. ഇപ്പോൾ ആരും തന്നെ ധർമ്മസ്ഥലയെക്കുറിച്ച് ഒരക്ഷരവും പറയുന്നില്ല, ഒന്നും തന്നെ ചർച്ച ചെയ്യുന്നില്ല. 1000 മൃതദേഹങ്ങൾ വരെ കുഴിച്ചിട്ടു എന്ന് എഴുതി മറിച്ച മാധ്യമങ്ങൾ ഇപ്പോൾ വിസ്മൃതിയിലേക്ക് പോവുകയാണ്. അവർക്ക് ധർമ്മസ്ഥല എവിടെയാണെന്ന് പോലും അറിയാത്ത രീതിയിലാണ് ഇപ്പോൾ റിപ്പോർട്ടിങ് പോകുന്നത്. ഏതായാലും ഞങ്ങൾ അതിന്റെ ഫോളോ അപ്പ് ചെയ്യാൻ തന്നെയാണ് മുൻപോട്ട് തീരുമാനം. കാരണം തുടക്കം മുതൽ തന്നെ ഞങ്ങളുടെ ഒരു നിലപാടുണ്ടായിരുന്നു. ആ നിലപാടുകളെ ശരിവെച്ചുകൊണ്ടാണ് കാര്യങ്ങൾ മുൻപോട്ട് പോകുന്നതും. ന്യൂസ് ഡെസ്ക് ന്യൂസിന്റെ മലയാളം.